Morning. Next topic is delegation of authority. The delegation of authority, here the top management is not able to perform all the duties, so he must share their duties with subordinate managers. To perform their duties, authority should be delegated. But delegation is the assignment of authority and responsibility to individual to carry out their duty. But delegation is a process which enables a person to assign a work to others with adequate authority to do it. The authority can be delegated, but not the responsibility. The delegation of authority is considered to be one of the most important methods of training subordinates and building morals. It is acknowledged that delegation of authority is one of the surest and best method of getting better result. So delegation means an organization top level managers undu, mid level managers undu, lower level managers undu. But top level managers is not to perform all the duties. All duties top level managers നോക്കണം എന്നില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു, ഹി മസ്റ്റ് ഷെയർ അവരുടെ ഡ്യൂട്ടീസ് താഴെയുള്ള സബോർഡിനേറ്റ് മാനേജേഴ്സിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇതിനാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടു പെർഫോം ദ ഡ്യൂട്ടി, അപ്പം അസൈൻ ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം അത് ചെയ്യാനുള്ള അതോറിറ്റീസും റെസ്പോൺസിബിലിറ്റീസും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് കൺസിഡേർഡ് ടു വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് ട്രെയിനിങ് സബോർഡിനേറ്റ് ആൻഡ് ബിൽഡിംഗ് മൊറാൽസ്. Delegation is a reducing in the burden of top level managers. He can delegate some power to his subordinate manager. Here the manager distribute his workload to others, so he can concentrate on more important functions which they can perform. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ ടോപ്പ് ലെവൽ മാനേജേഴ്സിന് എക്സിക്യൂട്ടീവ്സിന് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഡെഡിക്കേഷൻ മീൻസ് ടോപ്പ് ലെവൽ മാനേജർ അവരുടെ ഡ്യൂട്ടീസ്, അവരുടെ ഡ്യൂട്ടിയുടെ ചില ഭാഗങ്ങൾ താഴെയുള്ള മാനേജേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനാണ് ഡെലിഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഡ്യൂട്ടി ചെയ്യാനുള്ള അതോറിറ്റിയും പവറും അതിനോടൊപ്പം നൽകുന്നു എന്നുള്ളതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിൽ പറയാനുള്ളത്. അതാണ് അതിൻ്റെ മീനിങ്. ടൈപ്പ് ഓഫ് ഡെലിഗേഷൻ, എത്ര തരത്തിലുള്ള ഡെലിഗേഷൻസ് ആണ് ഉള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത് ജനറൽ ഡെലിഗേഷൻ. General delegation, it means granting authority into subordinate to perform various managerial function and exercise control over them. സിമ്പിൾ വേയിൽ പറയുകയാണെങ്കിൽ ജനറൽ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുന്നു ഇൻ എ ജനറൽ വേസ്. അപ്പോൾ ഒരു സ്പെസിഫിക് അല്ല, ജനറൽ വേയിലാണ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ ടോപ്പ് മാനേജർ ഡെലിഗേറ്റ് അതോറിറ്റി ടു ഹിസ് സബോർഡിനേറ്റ്. ടോപ്പ് ലെവൽ മാനേജർ സബോർഡിനേറ്റേഴ്സിന് അതോറിറ്റി അസൈൻ ചെയ്യുന്നു എന്നുള്ളതാണെങ്കിൽ അവിടെ എന്താണ്, ജനറൽ ഡെലിഗേഷൻ ആണ് എന്ന് പറയാം. ഇനി സ്പെസിഫിക് ഡെലിഗേഷൻ ഉണ്ട്. സ്പെസിഫിക് ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫങ്ഷൻ അസൈൻഡ് ടു എ ഇൻഡിവിജ്വൽ in a specific, it is called specific delegations. Here order or instruction are delegated to particular person specifically. For example, sales manager is giving authority to control sales department. ഇപ്പോൾ സ്പെസിഫിക് ഏരിയയിലാണ് അപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് മാനേജർ എന്ത് ചെയ്യുന്നു, ഗീവ് അതോറിറ്റി ടു കൺട്രോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതാണ് സെയിൽസ്, സ്പെസിഫിക് ഏരിയ ആണ് സെയിൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ സ്പെസിഫിക് ഡെലിഗേഷനാണ് ഉള്ളത്. ഇനി റിട്ടൺ ഡെലിഗേഷൻ, മൂന്നാമതാണ് റിട്ടൺ ഡെലിഗേഷൻ. വെൻ അതോറിറ്റി ഈസ് ഡെലിഗേറ്റഡ് ഇൻ എ റിട്ടൺ വേർഡ്സ് ഇറ്റ് ഈസ് നോൺ ആസ് റിട്ടൺ ഡെലിഗേഷൻ. എഴുതിയിട്ടാണ് നമ്മൾ ഡെലിഗേഷൻസ് ചെയ്യുന്നതെങ്കിൽ അതിനെ റിട്ടൺ ഡെലിഗേഷൻസ് എന്ന് പറയാം. ഈ അതോറിറ്റി നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന അതോറിറ്റി എന്ത് ചെയ്യണം, സെയിൽസ് മാനേജർ ആസ് അസിസ്റ്റൻറ്റ് മാനേജർക്ക് ഇന്ന സെയിൽസ് ഇത്രയും ഇത് അതോറിറ്റി ചെയ്യണം എന്നുള്ളൊരു ഡെലിഗേഷൻ റിട്ടൺ ഫോമിൽ അതോറിറ്റി അസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, റിട്ടൺ ഡെലിഗേഷനാണ്.
This unwritten എന്ന് പറയുന്നത് word itself you can understand what is the unwritten delegation. If authority is delegated on the basis of customs or usage, it is known as unwritten delegation. That means if authority is delegated orally, it is called unwritten delegation. Formal delegation. If a duty and authority are shown in the organization structure of the enterprises, then it is called formal delegation. Formal delegation involves entrustment of specific responsibility and authority to a positions. Here obligation is created to perform the work. അപ്പം ഫോർമൽ ആണ് ഡെലിഗേഷൻ എങ്കിൽ, അപ്പോൾ അതൊരു എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫോർമൽ വേയിൽ പ്രൊഡക്ഷൻ മാനേജർ അസിസ്റ്റൻറ്റ് പ്രൊഡക്ഷൻ മാനേജറിലേക്ക് പിന്നെ ഡെലിഗേഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഉണ്ടെങ്കിൽ അതൊരു ഫോർമൽ സ്ട്രക്ചറാണ്, ഫോർമൽ വേയിലാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഫോർമൽ സ്ട്രക്ചർ എന്ന് പറയാം. അപ്പോൾ ഫോർമൽ ഡെലിഗേഷൻ ആണെങ്കിൽ ഇപ്പോൾ ഡ്യൂട്ടീസ് ആൻഡ് അതോറിറ്റി ആർ ഷോൺ ഇൻ ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ദി എൻ്റർപ്രൈസസ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് എൻ്റർപ്രൈസസ് ദാറ്റ് ഈസ് കാൾഡ് ഫോർമൽ. Next, informal delegation. If a person exercising authority without getting it from the top management in order to perform his assigned duty, it is a case of informal delegation. അപ്പോൾ ഡെലിഗേഷൻ ഇൻഫോർമൽ ആണ്, ഫോർമൽ അല്ലെങ്കിൽ അതിന് ഇൻഫോർമൽ എന്ന് പറയുന്നു. In a informal delegation, no specific responsibility and authority is entrusted. Subordinate perform duties without compulsion. Here subordinate exercise the authority to do duties for benefit of a organization. ഡൗൺവേർഡ് ഡെലിഗേഷൻ ഉണ്ട്, സൈഡ് വൈഡ് ഡെലിഗേഷൻ ഉണ്ട്. അപ്പം എന്താണ് ഡൗൺവേർഡ് ഡെലിഗേഷൻ എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ കേസ് വേർ ദ സുപ്പീരിയർ ഡെലിഗേറ്റ് ഡ്യൂട്ടി അതോറിറ്റി ടു ഈസ് ഇമ്മീഡിയറ്റ് സബോർഡിനേറ്റ്. ഇപ്പോൾ ഡൗൺവേർഡ് മുകളിൽ നിന്ന് താഴെ കാണാം. അപ്പം അതായത് ടോപ്പ് ലെവൽ മാനേജേഴ്സ് അതിൻ്റെ അവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സബോർഡിനേറ്റിന് ഡ്യൂട്ടീസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിനെ ഡൗൺവേർഡ് ഡെലിഗേഷൻ എന്ന് പറയാം. ഇനി സൈഡ് വൈഡ് ഡെലിഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ പേഴ്സൺ ഡെലിഗേറ്റ് അതോറിറ്റി ഇൻ ടു അനദർ പേഴ്സൺ ഹൂ ഈസ് ആൾസോ ഇൻ ദി സെയിം റാങ്ക് ആസ് ഹീ ഈസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ എ ഉണ്ട്, ബി ഉണ്ട്, രണ്ട് വർക്കേഴ്സ് അല്ലെങ്കിൽ രണ്ട് എംപ്ലോയീസ് ആണെങ്കിൽ ഇവർ രണ്ടുപേരും ഒരേ ലൈൻ ഓഫ് പവറാണ് അല്ലെങ്കിൽ അതോറിറ്റി ആണ് ഉള്ളെങ്കിൽ എ ബിക്ക് അതോറിറ്റീസ് അല്ലെങ്കിൽ ഇയാളുടെ ഷെയർ ഇയാളുടെ ഡ്യൂട്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ സൈഡ് ഡെലിഗേഷൻ എന്ന് പറയാം. അപ്പോൾ സെയിം ഡ്യൂട്ടിയിലാണ്, അതായത് സെയിം പേഴ്സൺസ് അല്ലെങ്കിൽ സെയിം റാങ്കുള്ള പേഴ്സൺസ് ആണ് എങ്കിൽ, വ്യക്തികൾ തമ്മിലാണ് ഡെലിഗേഷൻ എങ്കിൽ അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ഷെയർ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് സൈഡ് വൈഡ് ഡെലിഗേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് ഒരു പോയിൻ്റാണ് സ്റ്റെപ്സ് ഇൻ സക്സസ്ഫുൾ ഡെലിഗേഷൻ പ്രോസസ്സ്. ഇപ്പോൾ ഡെലിഗേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പ്, ഡെലിഗേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പാണ്. എന്താണ് ഡെലിഗേഷനിലെ സ്റ്റെപ്പ്, അതൊക്കെ സ്റ്റെപ്പുകളാണ് ഉള്ളത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാൽ ഡിസൈഡിങ് ഇൻ ദ ഗോൾസ് ടു ബി അച്ചീവ്ഡ്. രണ്ടാമത്തേത് എന്നാൽ എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡെഫിനിറ്റ് റെസ്പോൺസിബിലിറ്റി. മൂന്നാമത്തെ ഡിറ്റർമിൻ വാട്ട് ടു ഡെലിഗേറ്റ്. നാലാമത്തേത് ട്രെയിനിങ്. അഞ്ചാമത്തെ കൺട്രോൾ സിസ്റ്റം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിസൈഡിങ് ദ ഗോൾ ടു ബി അച്ചീവ്ഡ്. എന്ത് ഗോളാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടതെന്ന് ആദ്യം മുൻകൂട്ടി തീരുമാനിക്കണം. ദ പർപ്പസ് ഓഫ് ഡെലിഗേഷൻ ഈസ് ടു എനേബിൾ എഫിഷ്യൻറ്റ് അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്. If it is not clearly defined, the subordinate may assist it to accept the authority. ഇവിടെ അതോറിറ്റീസും അതുപോലെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വവും ഈ ഓരോ സബോർഡിനേറ്റിൻ്റെയും ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കണം. ഇറ്റ് ഹെൽപ്പ് ഇറ്റ് ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് അതോറിറ്റി. ഇത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് അതോറിറ്റീസ് ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്താണ് റെസ്പോൺസിബിലിറ്റി, എന്താണ് ആ ഒരു വർക്കർ ചെയ്യേണ്ടത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയാനുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡെഫിനിറ്റ് റെസ്പോൺസിബിലിറ്റി. എന്ത് ചെയ്യണം എന്ന വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ആദ്യം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു, എന്താണ് ചെയ്യേണ്ടതെന്ന്. അതിനുശേഷം ആ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളത് ക്ലിയർലി ഡിഫൈൻ ചെയ്യണം. മൂന്നാമത്താണ് ഡിറ്റർമിൻ വാട്ട് ടു ഡെലിഗേറ്റ്. ദിസ്
will necessitate the evolution of the capacity of individual and the need of the organization. അപ്പോൾ വാട്ട് ടു ഡെലിഗേറ്റ്, എന്താണ് ഡെലിഗേറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ ദിസ് വിൽ നെസസിറ്റേറ്റ് ഇവാലുവേഷൻ ഓഫ് കപ്പാസിറ്റി. അപ്പോൾ നമ്മളൊരു ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഡ്യൂട്ടി ചെയ്യാനുള്ള പ്രാപ്തി അല്ലെങ്കിൽ ഏബിൾ ആണോ ആ വ്യക്തി എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ ഡ്യൂട്ടി നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ട് കാര്യമുള്ളൂ, എങ്കിലേ ആ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് ആദ്യം ഡിറ്റർമിൻ ചെയ്യണം. ആദ്യം നമ്മൾ ഒരു ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ആ വ്യക്തി അതിനോട് ക്യാപ്പബിൾ ആണോ, അല്ലെങ്കിൽ അയാൾ എബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അയാൾ സ്കില്ലായിട്ടുള്ള പേഴ്സൺ ആണോ എന്നുള്ള അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ ഡ്യൂട്ടി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഡിറ്റർമിൻ വാട്ട് ടു ഡെലിഗേറ്റ്. അപ്പോൾ എന്താണ് ഡെലിഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തീരുമാനിക്കണം. അപ്പോൾ ആ തീരുമാനിക്കണമെങ്കിൽ ആ ഡ്യൂട്ടീസ് ചെയ്യേണ്ട ആളുകൾ ഏബിൾ ആണോ എന്നും കൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇവാലുവേഷൻ ഓഫ് കപ്പാസിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് നീഡ് ഓഫ് ദി ഓർഗനൈസേഷൻ. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ സബോർഡിനേറ്റ് ഷുഡ് ബി പ്രോപ്പർലി ട്രെയിൻഡ് ഇൻ ഹാൻഡ്ലിങ് ഡെലിഗേറ്റഡ് വർക്ക്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് നമ്മൾ കൊടുത്തിരിക്കണം. പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ട് കൊടുത്തിട്ട് ആ വർക്ക് ചെയ്യാനുള്ള പ്രോപ്പർ ട്രെയിനിങ് നമ്മൾ കൊടുത്തിരിക്കണം. ട്രെയിനിങ് എന്നുള്ളത് അതാണ് അടുത്തൊരു സ്റ്റെപ്പ്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺട്രോൾ സിസ്റ്റം. There should be a suitable control system to keep a careful watch over the performance of a subordinate. സബോർഡിനേറ്റ്സിൻ്റെ പെർഫോമൻസ് വാച്ച് ചെയ്യണം. അവർ നല്ല രീതിയിലാണോ പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം, കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. സൂട്ടബിൾ കൺട്രോൾ സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കൺട്രോൾ സിസ്റ്റത്തിൽ പറയാനുള്ളത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഡെലിഗേഷൻ. Delegation is quick decisions. It is result in quick decisions. The subordinates are given sufficient authority to take a quick decision. He should not wait to get order from superior, so a lot of time can be saved. അപ്പോൾ നമുക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുപ്പീരിയറുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഓർഡറിന് വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ പവർ ടു ഡു ദ ഡ്യൂട്ടിയും ഡെലിഗേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഷെയർ ചെയ്യുന്നത് കൊണ്ട് എംപ്ലോയീസിന് പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തെ റിഡ്യൂസ് ബേർഡൻസ്. ഹിയർ ദ ബേർഡൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഓഫ് സുപ്പീരിയർ ഈസ് എ റിഡ്യൂസിങ്. നെക്സ്റ്റ് ബെറ്റർ കോർഡിനേഷൻ ആണ്. ദ കോർഡിനേഷൻ ഓഫ് എൻ്റർപ്രൈസസ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാൻ ടു സെക്യൂർ ദ ബെറ്റർ കോർഡിനേഷൻ ഓഫ് എൻ്റർപ്രൈസസ് ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് ദ മാനേജ്മെൻറ്റ് ഗെറ്റ് മോർ ടൈം ഫോർ സ്ട്രാറ്റജിക് പ്ലാനിങ് ആൻഡ് പോളിസി മേക്കിങ്ങിനും സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനും കൂടുതൽ സമയം കൂടുതൽ ശ്രദ്ധിക്കാൻ മാനേജ്മെൻറ്റിന് പറ്റും. കാരണം എൻ്റയർ വർക്കുകൾ moreover the delegation improve the behavior climate in the organization. So to also allow the subordinate to grow, enlarge their understanding and developing their capacity ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് അവരുടെ enlarging their understanding, developing their capacities. അതുപോലെ പേഴ്സണൽ ഗ്രോത്തും ഡെലിഗേഷനിലൂടെ സബോർഡിനേറ്റിന് ലഭിക്കുമെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ടു കൺക്ലൂഡ് ദ ടോപ്പിക് ഡെലിഗേഷൻ. ഇപ്പോൾ ഡെലിഗേഷൻ മീനിങ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് മീൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവൽ മാനേജർ ഈസ് നോട്ട് പെർഫോമിങ് ആൾ ദ ഡ്യൂട്ടീസ്. അവർ ടോപ്പ് ലെവൽ മാനേജർ അവരുടെ പാർട്ട് ഓഫ് ഡ്യൂട്ടീസ് അവർ സബോർഡിനേറ്റിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതോറിറ്റി അസൈൻ ചെയ്ത് കൊടുക്കുന്ന അപ്പോൾ ഡ്യൂട്ടീസും അതുപോലെ അതോറിറ്റീസും ഷുഡ് ബി ഡെലിഗേറ്റഡ് ടു each subordinates. Means it is granting of authority to subordinate to operate with prescribed limit. അതാണ് പ്രത്യേക ലിമിറ്റിന് ഗ്രാൻഡിങ് അതോറിറ്റീസ് ടു സബോർഡിനേറ്റ് ടു ഓപ്പറേറ്റ് വിത്തിൻ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. ഇതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഡിസ്കസ് ചെയ്തത് ടൈപ്പ് ഓഫ് ഡെലിഗേഷൻ ആണ്. അത് ജനറൽ ഡെലിഗേഷൻ, രണ്ടാമത്തെ സ്പെസിഫിക് ഡെലിഗേഷൻ, മൂന്നാമത്തെ റിട്ടേൺ ഡെലിഗേഷൻ, നാലാമത്തെ അൺറിട്ടേൺ ഡെലിഗേഷൻ, അഞ്ചാമത്തെ ഫോർമൽ ഡെലിഗേഷൻ, ആറാമത്തെ ഇൻഫോർമൽ ഡെലിഗേഷൻ, ഏഴാമത്തെ ഡൗൺവേർഡ് ഡെലിഗേഷൻ, എട്ടാമത്തെ സൈഡ് വൈഡ് ഡെലിഗേഷൻ,
ഇപ്പോൾ 8 ടൈപ്പ് ഓഫ് ഡെലിഗേഷൻസ് ആണ് ഉള്ളത്. പ്രോസസ്സ്, അതായത് സ്റ്റെപ്സ് ഇൻ സക്സസ്ഫുൾ ഡെലിഗേഷൻ. അപ്പോൾ ഒന്നാമത്തെ ഒന്ന് ഡിസൈഡിങ് ദ ഗോൾ ടു ബി അച്ചീവ്ഡ്. എന്ത് ഗോളാണ് അച്ചീവ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുക. അതായത് ഓബ്ജക്റ്റ് ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കണം. സെക്കൻഡ്, എസ്റ്റാബ്ലിഷിംഗ് ഓഫ് ഡെഫിനിറ്റ് റെസ്പോൺസിബിലിറ്റി അതോറിറ്റി ക്ലിയർലി ഡിഫൈൻ ചെയ്യണം എന്നാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ. പിന്നെ ഡിറ്റർ വാട്ട് ഇറ്റ് ടു ഡെലിഗേറ്റ് എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയാനുള്ളത്. ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ട്രെയിനിങ്, സബോർഡിനേറ്റിന് വേണ്ട വിധത്തിൽ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ ലാസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ സിസ്റ്റമാണ്, കൺട്രോൾ ചെയ്യാനുള്ളതാണ്. കൺട്രോളിങ് ഇൻ ദ വർക്ക് ഓഫ് എ സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ക്വിക്ക് ഡിസിഷനാണ്. റെഡ്യൂസ് ദ ബേർഡൻ റെഡ്യൂസ് ചെയ്യുന്നു. ടോപ്പ് ലെവൽ മാനേജേഴ്സിൻ്റെ ബേർഡൻസ് റെഡ്യൂസ് ചെയ്യുന്നു. ബെറ്റർ കോർഡിനേഷനാണ്, നല്ലൊരു കോർഡിനേഷൻ സാധ്യമാകുന്നുണ്ട് ഡെലിഗേഷനിലൂടെ. പിന്നെ ലാസ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഗെറ്റ് മോർ ടൈം ഫോർ സ്ട്രാറ്റജിക് പ്ലാനിങ് ആൻഡ് പോളിസി മേക്കിംഗ്. ഓക്കെ, താങ്ക് യു.